dears. Teacher വന്നിരിക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ 8th ചാപ്റ്റർ ആയ മൂൺ ആൻഡ് ദ സ്റ്റാർസ് എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ ആണ് ടീച്ചർ അതിന്റെ ബാക്കി ഭാഗമാണ് ടീച്ചർ എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ എവിടം വരെ എടുത്തിരുന്നു? ഈ സണ്ണിനെ കുറിച്ചൊക്കെ പഠിച്ചു അല്ലെ. പിന്നെന്താണ് അമ്പിളിയുടെ ആകാശപാത അല്ലെ, അതായത് മൂണിന്റെ ആകാശപാത എന്നുള്ള ഈ ഭാഗം നമ്മൾ എടുത്തു അല്ലെ. ദ മൂൺസ് പാത്ത് ഇൻ ദ സ്കൈ അല്ലെ. അപ്പൊ എന്താണ്, സൂര്യൻ ദിവസവും കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതാണല്ലോ നാം കാണുന്നത് അല്ലെ. എന്നാൽ ചന്ദ്രൻ നമ്മൾ നിത്യവും കാണുന്നില്ല അല്ലെ. അപ്പം നമ്മൾ ഇന്നലെ കണ്ട ചന്ദ്രന്റെ സ്ഥാനത്തായിരിക്കില്ല, ഇന്നലെ കണ്ട മൂണ് എവിടെയാണോ അവിടെ ആയിരിക്കില്ല നമ്മൾ വേറൊരു ദിവസം കാണുന്നത് അല്ലെ. അപ്പൊ എന്താണ് എന്നുള്ളത് നമുക്ക് ഒബ്സർവ് ചെയ്യാം അല്ലെ. നമുക്ക് എന്താക്കാം, മൂണിനെ നമുക്ക് എന്താക്കാം, ഒബ്സർവ് ചെയ്യാം. Given below are the positions of the moon at the time of sunset observed by Appu on 3 different days. അതുപോലെ നിങ്ങളും ചെയ്തു വെക്കുക കേട്ടോ. നിങ്ങൾ എന്താക്കുക, 3 ദിവസത്തെ എന്താക്കുക, ഈ കുട്ടി ചെയ്ത് എന്താ, 3 വ്യത്യസ്ത ദിവസങ്ങളിൽ ഈ അപ്പു സൂര്യാസ്തമയ സമയത്ത് സൺ സെറ്റ് ചെയ്ത സമയത്ത് നിരീക്ഷിച്ച എന്താണ് മൂണിന്റെ സ്ഥാനങ്ങളാണ് എന്ത് ചിത്രങ്ങളിലുള്ളത്. അതുപോലെ നിങ്ങളും ഒന്ന് ഇങ്ങനെ ചിത്രം വരച്ചു നോക്കുക 3 ദിവസങ്ങളിലായിട്ട്. ഫസ്റ്റ് ദിവസം എന്താ, ഈസ് ദർ എ ചേഞ്ച് ഇൻ ദ പൊസിഷൻ ഓഫ് ദ മൂൺ. അപ്പൊ നോക്കിയേ, ഈ മൂൺ കാണുന്ന സ്ഥാനത്തിന് മാറ്റം വരുന്നുണ്ടോ? ഉണ്ട് അല്ലെ. In which direction does the change of position take place? ഏത് ദിശയിലേക്കാണ്, ഏത് ഡയറക്ഷനിലേക്കാണ് സ്ഥാനമാറ്റം സംഭവിക്കുന്നത്? ഇപ്പൊ ഈ കുട്ടി എന്താണ്, ഇപ്പം ഒരു ദിവസം മുന്നേ എവിടെയാണ് കണ്ടതെങ്കിൽ വേറൊരു ദിവസം എവിടെ, ഇവിടെ നേരെ മേലെ അല്ലെ. പിന്നെ കാണുന്നത് ഇത് അവിടെ ആയിട്ടാണ് കാണുന്നത് അല്ലെ. അപ്പോൾ നിങ്ങൾ എന്താക്കുക, ഒരു മാസത്തിലുള്ള പല ദിവസങ്ങളിലായിട്ട് നിങ്ങളൊന്ന് നിരീക്ഷിച്ചത് നിങ്ങൾ എന്താക്കുക, നിങ്ങളെ ബുക്കിൽ നിന്ന് ഇങ്ങനെ ഇതേപോലെ വരച്ചു വെക്കുക. ഓക്കെ. Then the position of the moon appears to change because of the revolution of the moon around the earth. Moon completes one revolution around the earth in 27 1/3 days. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ മൂണ് എർത്തിനെ എന്താക്കുന്ന, റെവല്യൂഷൻ ചെയ്യുന്നുണ്ട് അല്ലെ. റെവല്യൂഷൻ ചെയ്യുന്നത് കൊണ്ടാണ് ഓരോ ദിവസവും എന്താണ് ഈ മൂണിന്റെ സ്ഥാനം മാറി മാറി കാണുന്നത്. 21/3 ദിവസം കൊണ്ടാണ് എന്താക്കുന്നത്, മൂണ് ഈ എർത്തിന് ചുറ്റും ഒരു എന്താണ് ഒരു റെവല്യൂഷൻ എന്താണ് പൂർത്തിയാക്കുന്നത്. അപ്പൊ ഒരു മാസത്തിനടുത്തായിട്ട് അല്ലെ. ഇത്രയും ദിവസം കൊണ്ടാണ് എന്താക്കുന്നത്, മൂണ് എർത്തിനെ എന്താക്കുന്നത്, ഈ റെവല്യൂഷൻ ചെയ്യുന്നത്. അപ്പൊ എന്താണ്, ഈ ചന്ദ്രൻ ഭൂമിയെ അല്ലെ, ഈ എർത്തിനെ മൂണ് എർത്തിനെ റൊട്ടേഷൻ ചെയ്യുന്നോണ്ട് അല്ലെ, അല്ല റെവല്യൂഷൻ അല്ലെ, റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ചുറ്റുക അല്ലെ. അപ്പൊ എന്താണ്, ഈ മൂണ് എർത്തിനെ ഈ റെവല്യൂഷൻ ചെയ്യുന്നത് കൊണ്ടാണ് ഓരോ ദിവസവും ഈ മൂണിന്റെ സ്ഥാനം മാറി മാറി കാണുന്നത്. ഓക്കെ. 21/3 ദിവസം കൊണ്ടാണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു റെവല്യൂഷൻ പൂർത്തിയാക്കുന്നത്. മനസ്സിലായല്ലോ. ഇത് ഭൂമിനെ മൊത്തമായിട്ട് ഇങ്ങനെ കറങ്ങി അവിടെ ആ സ്ഥാനത്ത് എത്തുന്നത് എത്ര ദിവസം കൊണ്ടാണ്? 21/3 ദിവസം കൊണ്ടാണ് കേട്ടോ. ഓക്കെ. Then the mystery of moon's crescent. അപ്പൊ എന്താ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത്? ഇവിടെ എന്താണ്, എർത്തിനെ എന്താണ് മൂണ് റെവല്യൂഷൻ ചെയ്യുന്നുണ്ട് അല്ലെ, ചുറ്റുന്നുണ്ട് അല്ലെ. ഓക്കെ. Then അതേപോലെ എന്താണ്, എർത്ത് എന്താണ് ഭൂമിയെയാണ് ചുറ്റുന്നത് അല്ലെ, അല്ലേ. അപ്പൊ നമ്മളൊന്ന് മനസ്സിലാക്കുക കേട്ടോ. മൂണ് എന്താണ് എർത്തിനെ ചുറ്റുന്നുണ്ട്, അതുപോലെ എർത്ത് എന്താണ് സണ്ണിനെയും ചുറ്റുന്നുണ്ട് അല്ലെ. ദ മിസ്റ്ററി ഓഫ് മൂൺസ് ക്രെസന്റ് എന്താണ്, അമ്പിളിക്കലയുടെ എന്താണ് പൊരുൾ. ഡിഡ് യു നോട്ടീസ് എനി അതർ ഫീച്ചേഴ്സ് വെൻ യു ഒബ്സർവ് ദ മൂൺ? ഈ മൂണിനെ നിരീക്ഷിച്ചപ്പോൾ മറ്റെന്തെങ്കിലും പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ? Don't you see that the shape of the moon also changes along with its change its position each day? അല്ലെ, ഷേപ്പ് അല്ലെ. എന്താണ്, ഓരോ ദിവസവും സ്ഥാനം മാറുന്നതോടൊപ്പം ചന്ദ്രന്റെ ഈ മൂണിന്റെ ആകൃതിയും മാറുന്നതായി കാണുന്നില്ലേ? കണ്ടില്ലേ, ചിത്രത്തിൽ നോക്കിയേ, ആകൃതി മാറുന്നില്ലേ? ഈ ആകൃതിയാണ് ഇവിടെ കണ്ട ഈ രണ്ടാമത്തെ ഈ ഇതിലുള്ള ആകൃതി, ഇവിടെ കാണുന്ന ആകൃതി ആണോ? അല്ല അല്ലെ. അപ്പൊ അതിന്റെ എന്താണ് മൂണിന്റെ ആകൃതിയും മാറുന്നുണ്ട് അല്ലെ. എന്താണ്, സംടൈംസ് we see it in shape of crescent. ചില ടൈമിൽ നമ്മൾ എന്താണ് ക്രസന്റ് ഷേപ്പിലാണ് കാണുക അല്ലെ, തേങ്ങാപ്പൂള് പോലുള്ള ഷേപ്പിൽ കാണും അല്ലെ. ആൻഡ് സംടൈംസ് as a full circle. എന്താണ്, ചിലപ്പോ എന്താണ് ഫുൾ സർക്കിൾ അല്ലെ, പപ്പട വട്ടത്തിലും ചന്ദ്രനെ കാണാറുണ്ടല്ലോ അല്ലെ. Why is it so? എന്തുകൊണ്ടാണിത്? Try out the following activity. നമുക്ക് എന്താക്കാം, ഒരു താഴെ പറയുന്ന പ്രവർത്തനം ചെയ്തു നോക്കാം. മെറ്റീരിയൽസ് റിക്വയർഡ്, ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാ? 5 യെല്ലോ പ്ലാസ്റ്റിക് സ്മൈലി ബോൾ. സ്മൈലി ബോൾ അറിയാലോ അല്ലെ, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും അല്ലെ. അപ്പൊ 5 എണ്ണം ചിരിക്കുന്ന മുഖമുള്ള 5 മഞ്ഞ പ്ലാസ്റ്റിക് പന്തുകൾ എന്താക്കുക, അത് വേണം. ഓക്കെ. Then 5 ഗ്ലാസ് കപ്സ്. പിന്നെന്താണ്, 5 ഗ്ലാസ് കപ്പ് വേണം. പിന്നെ 5 സ്റ്റൂൾസ്, 5 സ്റ്റൂള് വേണം.
പിന്നെന്താണ് വൺ എമർജൻസി ലാമ്പ്, ഒരു എമർജൻസി ലാമ്പുമാണ് അല്ലെ, എമർജൻസി ലാമ്പ്. ഓക്കെ, ഈ ആക്ടിവിറ്റി ചെയ്യുന്നത് എങ്ങനെയാ അറിയോ? ഡ്രോ എ സെമി സർക്കിൾ ഓൺ ദ ഫ്ലോർ ഓഫ് ദ ക്ലാസ് റൂം ഇൻ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ. എന്താണ്, ക്ലാസ് മുറിയുടെ തറയിൽ സാമാന്യം വലുപ്പത്തിൽ ഒരു എന്താണ് അർദ്ധവൃത്തം, എന്താണ് സെമി സർക്കിൾ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരയ്ക്കുക. ഓക്കെ, അതാ ചിത്രത്തിൽ കാണുന്ന പോലെ കണ്ടോ, ഈ സെമി സർക്കിൾ ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, പകുതി സർക്കിൾ അല്ലേ. പിന്നെ അറേഞ്ച് ദ സ്റ്റൂൾസ്, ദ കപ്സ് ആൻഡ് ദ ബോൾസ് ഇൻ 5 equal distant പൊസിഷൻ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. എന്താണ്, ചിത്രത്തിൽ കാണുന്നത് പോലെ തുല്യ അകലത്തിൽ 5 സ്ഥാനങ്ങളുള്ള സ്റ്റൂള്, ഗ്ലാസ്, പന്തുകൾ എന്നിവ ക്രമീകരിക്കുക. ചിത്രത്തിലുള്ള പോലെ ക്രമീകരിക്കുക. സ്റ്റൂളിന്റെ മേലെ ഗ്ലാസ്, ഗ്ലാസിന്റെ മേലെ ഓരോ പന്തായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ എന്താക്കുക, ക്രമീകരിക്കുക. ഓക്കെ, മനസ്സിലായോ? അടുത്തത് ദ സ്മൈലി face of all the balls should face the center of the circle. Light the emergency lamp and place it in the west side in such a way that the light falls on the balls. As far as possible, prevent the light from the outside entering the classroom by closing doors and windows. From the center of the circle, observe all the 5 balls. നോക്കൂ, ചിത്രത്തിൽ നോക്കിയേ. എന്താണ്, ഈ സെമി സർക്കിൾ വരച്ചിട്ട് എന്താക്കുക, ഇങ്ങനെ സ്റ്റൂളും ഗ്ലാസും ഇതും ഇങ്ങനെ അറേഞ്ച് ചെയ്യുക. 5 സ്റ്റൂളും 5 ഗ്ലാസും 5 ബോളും അല്ലെ. എന്നിട്ട് ഈ സ്മൈലി ഫേസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്, എല്ലാ പന്തുകളുടെയും ചിരിക്കുന്ന മുഖഭാഗം എന്താണ്, ഈ വൃത്ത കേന്ദ്രത്തിലേക്ക്, എന്താണ്, ഈ സെന്ററിലേക്ക് വെക്കണം. ഓക്കെ, സെന്ററിലേക്കാണ് എന്താക്കേണ്ടത്, ഈ സെന്ററിലേക്ക്, ഇതാണ് സെന്റർ അല്ലെ, കുട്ടി നിൽക്കുന്ന ഇവിടെ അല്ലെ, ഇവിടേക്ക് ആ സ്മൈലി ഫേസ് തിരിച്ചു വെക്കുക. ഓക്കെ, പന്തുകളിൽ പ്രകാശം പതിക്കത്തക്ക വിധം പടിഞ്ഞാറ് വശത്ത് എന്താക്കുക, എമർജൻസി ലാമ്പ് പ്രകാശിപ്പിച്ച് വെക്കണം. കണ്ടോ, പടിഞ്ഞാറ് വശത്തായിട്ട് വെസ്റ്റ് ഇത് ഈ ഭാഗത്തായിട്ട് എമർജൻസി ലൈറ്റ് എന്താക്കുക, പ്രകാശിപ്പിച്ച് വെക്കുക. ജനലുകളും വാതിലും അടച്ച് പുറമേ നിന്നുള്ള വെളിച്ചം ക്ലാസ് മുറിയിൽ പരമാവധി കുറയ്ക്കണം. പുറത്തുനിന്നുള്ള ഒരു വെളിച്ചവും ഉണ്ടാവരുത് അല്ലെ. വെളിച്ചമൊക്കെ ഉള്ളിടത്തൊക്കെ കാർബോർഡൊക്കെ വെക്കുക. ഡോറും ജനലൊക്കെ അടച്ച് കാർബോർഡൊക്കെ വെച്ച് ഇരുട്ടാക്കിയിട്ടാണ് ഈ എമർജൻസി ലൈറ്റ് ഓൺ ആക്കേണ്ടത്. ഈ സെമി സർക്കിളിന്റെ കേന്ദ്രത്തിൽ ഇരുന്ന് 1 മുതൽ 5 വരെയുള്ള പന്തുകളൊന്ന് നിരീക്ഷിക്കുക. ഈ സെമി സർക്കിളിന്റെ ഈ പോയിന്റ് ഇല്ലേ, ഇവിടെ നിന്ന് എന്താക്കുക, നിങ്ങൾ ഇത് ഈ ബോളിന്റെ ഒക്കെ ഓരോന്നും നിരീക്ഷിക്കുകയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. 1 മുതൽ 5 വരെയുള്ള ഈ ബോളുകൾ ഒബ്സർവ് ചെയ്യുക. ഓക്കെ, വ്യൂ ഓഫ് ദ ചൈൽഡ് പൊസിഷൻ അറ്റ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ അല്ലെ. കുട്ടി നോക്കുന്നത് ഇവിടെ നിന്നാണ് അല്ലെ. അപ്പൊ എന്താണ്, ഇതിന്റെ ഈ സെന്ററിൽ നിൽക്കുന്ന എന്താണ് കുട്ടിയുടെ കാഴ്ചയാണ് അല്ലെ. അപ്പൊ ഓരോരുത്തരുടെയും ആ ലൈറ്റ് വരുന്നത് എവിടേക്കാന്ന് നോക്കൂ. ഇവിടുന്ന് എമർജൻസി ആക്കിയപ്പോ ഇതിന്റെ ഈ കുട്ടി നോക്കുമ്പോ എന്താണ്, ഈ ഭാഗത്ത് ഇരുട്ടായിരിക്കും അല്ലെ. പിന്നെ കുട്ടി ഈ ഭാഗത്ത് എന്താണ് നോക്കൂ, ഇവിടെ ചെറിയ ഭാഗത്താണ് എന്താക്കുന്നത്, പ്രകാശം വരുന്നത്. ഇവിടെ നോക്കുക ഹാഫ് ആയിട്ട് അല്ലെ. ഇവിടെ നോക്കൂ ഫുള്ളായിട്ട് കുറച്ച് ഇതായിട്ട് അല്ലെ, ഫുള്ളായിട്ടില്ല. ഇവിടുന്ന് ആവുമ്പോൾ ഫുള്ളാവും അല്ലെ. കണ്ടോ, അപ്പൊ ഇങ്ങനെയാണ് എന്താക്കുന്നത്. ഇത് സണ്ണായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇതൊക്കെ മൂണായിട്ടും കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പൊ സണ്ണ് മൂണ് റൊട്ടേറ്റ് ചെയ്യാണ് അല്ലെ, റെവല്യൂഷൻ ചെയ്യാണ് എർത്തിനെ. ഓക്കെ, അപ്പോൾ എന്താണ് അതിന്റെ ഓരോ ഷേപ്പ് വരുന്നതിന്റെ ഇത് മനസ്സിലായോ? ഈ സണ്ണ് ലൈറ്റ് അടിക്കുമ്പോഴാണ് എന്താക്കുക, മൂണ് ആ ഭാഗം പ്രകാശിക്കുക അല്ലെ. അപ്പൊ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഓരോ ഭാഗങ്ങളാണ് ഈ സണ്ണിന്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി നോക്കിയേ. ദ സ്മൈലിംഗ് ഫേസ് ഓഫ് ദ ബോൾ പ്ലേസ്ഡ് ഇൻ വിച്ച് പൊസിഷൻ ഈസ് കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ് ടു ലൈറ്റ്. ഏത് സ്ഥാനത്ത് വെച്ച പന്തിലാണ് ചിരിക്കുന്ന മുഖഭാഗത്ത് പൂർണ്ണമായും പ്രകാശം പതിക്കുന്നത്? ഏത് ഭാഗത്ത് വെച്ചപ്പാണ്? നോക്കിയേ, ഏത് ഭാഗത്താ? മൊത്തമായില്ലേ 5-ൽ വെച്ചപ്പല്ലേ, ആണോ? നിങ്ങൾക്ക് എഴുതുക കേട്ടോ. ദ സ്മൈലിംഗ് ഫേസ് ഓഫ് ദ ബോൾ പ്ലേസ്ഡ് ഇൻ വിച്ച് പൊസിഷൻ ഈസ് നോട്ട് എക്സ്പോസ്ഡ് ടു എനി ലൈറ്റ് അറ്റ് ഓൾ. ചിരിക്കുന്ന മുഖഭാഗത്ത് പ്രകാശം ഒട്ടും പതിക്കാത്തത് ഏത് സ്ഥാനത്ത് വെച്ച പന്താണ്? ഒട്ടും പ്രകാശം പതിക്കാത്തത് ഇവിടെ അല്ലേ. നോക്കൂ അടുത്ത്. ദ സ്മൈലിംഗ് ഫേസ് ഓഫ് ദ ബോൾ പ്ലേസ്ഡ് ഇൻ വിച്ച് പൊസിഷൻ ഈസ് പാർഷ്യലി ലിറ്റ് ബൈ ദ ലൈറ്റ്. എന്താ, ചിരിക്കുന്ന മുഖഭാഗത്ത് പകുതി പ്രകാശം വീഴുന്നത് ഏത് സ്ഥാനത്ത് വെച്ച പന്തിലാണ്? ചിത്രത്തിൽ നോക്കൂ, എവിടെയാണ്? ഇവിടെ അല്ലെ പകുതി ഭാഗം. Then imagine that the semicircle is the half of the path along which the moon revolves and the balls as the moon you see on different days. എന്താണ്, ഈ സെമി സർക്കിൾ ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെ ഈ റെവല്യൂഷൻ പാതയുടെ പകുതിയാണെന്ന് സങ്കല്പിക്കുക. ഹാഫ് പാത്ത് മൂൺ റിവോൾവ്സ് റിവോൾവ് ചെയ്യുന്നതിന്റെ പകുതി ഭാഗമാണെന്നുള്ളത് നിങ്ങൾ എന്താക്കുക, അസ്യൂം ചെയ്യുക. പന്തുകൾ വിവിധ ദിവസങ്ങളിൽ കാണുന്ന ചന്ദ്രനും ചിത്രം നിരീക്ഷിക്കുക. ടീച്ചർ പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലെ, ഇത് ചന്ദ്രനാന്നൊക്കെ പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലെ. അങ്ങനെ ഇപ്പൊ എന്താക്കി നിങ്ങൾ അപ്പൊ മനസ്സിലായില്ലേ എങ്ങനെയാണ് ഇതിന്റെ ഓരോ ഷേപ്പ് മാറുന്നത് എന്നുള്ളത് അല്ലെ.
Observe the figure. Different position of the moon in its path of revolution around the earth are depicted here. എന്താണ് ഈ പരിക്രമണ പാതയിൽ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രന്റെ ചില സ്ഥാനങ്ങളാണ് ചിത്രത്തിൽ കാണുന്നത്. ഈ റെവല്യൂഷന്റെ ഈ പാതയിൽ റിവോൾവ് ചെയ്യുന്ന റെവല്യൂഷനിലെ പാത്തില് ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന മൂണിന്റെ ചില സ്ഥാനങ്ങളാണ് എന്താണ് ചിത്രങ്ങളിൽ നിങ്ങൾ കാണുന്നത്. Is it possible to see the moon when it reaches the position marked 1? Why? എന്താണ് 1 എന്ന സ്ഥാനത്ത് വരുമ്പോൾ ചന്ദ്രനെ കാണാൻ കഴിയുമോ? ഒന്ന് കാണാൻ കഴിയുന്നുണ്ടോ? എന്തുകൊണ്ടാ കാണാൻ കഴിയാത്തത്? അതിന്റെ ഈ സണ്ണിന്റെ ലൈറ്റ് മൊത്തം ഈ ഭാഗത്ത് തട്ടുന്നോണ്ട് ഈ ഭാഗത്ത് ഇരുട്ടായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത് അല്ലെ. അപ്പൊ നമുക്ക് അവിടെ എന്താണ് സണ്ണിനെ കാണാൻ മൂണിനെ കാണാൻ കഴിയൂല അല്ലെ. ഓക്കെ. വാട്ട് ചേഞ്ച് occur in the appearance of the moon when it comes to the position marked 2? എന്താണ് 2 എന്ന സ്ഥാനത്ത് ചന്ദ്രൻ വരുമ്പോൾ കാഴ്ചയിൽ ഉണ്ടാകുന്ന മാറ്റം എന്തായിരിക്കും? 2 എന്ന സ്ഥാനത്ത് ചന്ദ്രൻ വരുമ്പോൾ കാഴ്ചയിൽ ഉണ്ടാകുന്ന മാറ്റം എന്തായിരിക്കും? ദ ക്രസന്റ് ഷേപ്പ് അല്ലെ. ഇൻ വിച്ച് പൊസിഷൻ ഡു യു സീ ദ ഫുൾ മൂൺ? ഏത് സ്ഥാനത്ത് എത്തുമ്പോഴാണ് നമുക്ക് ഫുൾ മൂണിനെ കാണുന്നത്? ദ 5 അല്ലെ. ഇൻ വിച്ച് പൊസിഷൻ ഡു യു സീ ദ ഹാഫ് മൂൺ? ഈ ഹാഫ് മൂണിനെ കാണുന്ന സ്ഥാനം എവിടെയാണ് മക്കളെ? ദ 3 അല്ലെ. Analyze the figure and match the fact given below by drawing lines. എന്താണ് ചിത്രം നിങ്ങൾ എന്താണ് വിശകലനം ചെയ്ത് ഉചിതമായ രീതിയിൽ എന്താക്കുക ആശയങ്ങൾ വരച്ച് യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ടേബിൾ 1 ഉം ടേബിൾ 2 അല്ലെ. മാച്ച് ദ ഫോളോയിങ് ആണ് അല്ലെ. അപ്പോൾ ഇവിടെ എന്താണ് ടേബിൾ 1 പറഞ്ഞിരിക്കുന്നത് when the moon comes to 1 എന്താണ് ഒന്നിൽ ചന്ദ്രൻ വരുമ്പോൾ അല്ലെ. ഒന്നിൽ ചന്ദ്രൻ വരുമ്പോൾ എന്താണ് ഇവിടെ തന്നിട്ടില്ലേ? സിൻസ് ഡാർക്ക് ഏരിയ ഓഫ് ദ മൂൺ ഫേസസ് ദ എർത്ത് ദ മൂൺ കനോട്ട് ബി സീൻ. ന്യൂ മൂൺ ഡേ അല്ലെ. ചന്ദ്രന്റെ ഇരുണ്ട ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്നതിനാൽ നമുക്ക് എന്താക്കാം ചന്ദ്രനെ കാണാൻ കഴിയില്ല അല്ലെ. അതാണ് എന്ത് ന്യൂ മൂൺ ഡേ എന്ന് പറയുന്നത്, അമാവാസി എന്ന് പറയും. ദെൻ നെക്സ്റ്റ് നോക്കൂ. when the moon comes to 3 മൂന്നിലേക്ക് വരുമ്പോ എന്താണ് അവിടെ ഇതിലേതായിരിക്കും? ഹാഫ് ഓഫ് ദ ലൈറ്റഡ് ഏരിയ ഓഫ് ദ മൂൺ ഈസ് സീൻ. ഹാഫ് മൂൺ അല്ലെ. അതായിരിക്കും അല്ലെ. when the moon comes to 5 വരുമ്പോ എന്തായിരിക്കും? the whole of the light portion of the moon faces the earth അല്ലെ. എന്താ ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗം മുഴുവൻ ഭൂമിക്ക് അഭിമുഖമായി വരുന്നു. അതാണ് the full moon day. മനസ്സിലായല്ലോ? then the moon's illuminated portion becomes increasingly visible on the earth from the new moon day to the full moon day. What about the changes that happen from full moon day to new moon day? എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ എന്താണ് ന്യൂ മൂൺ ഡേ അല്ലെ. ന്യൂ മൂൺ ഡേയില് പൗർണമിയിലേക്ക് വരുമ്പോ, പൗർണമി എന്ന് പറഞ്ഞാൽ എന്താണ് ഫുൾ മൂൺ ഡേയിലേക്ക് വരും അല്ലെ. ഈ ന്യൂ മൂൺ ഡേന്ന് ഫുൾ മൂൺ ഡേയിലേക്ക് വരുമ്പോൾ എന്താണ് ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കൂടുതലായി കാണുന്നുണ്ടല്ലോ അല്ലെ. വാട്ട് അബൌട്ട് ദ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ഫ്രം ഫുൾ മൂൺ ഡേ ടു ന്യൂ മൂൺ ഡേ? അപ്പം ഈ ഫുൾ മൂൺ ഡേയിൽ നിന്ന് ന്യൂ മൂൺ ഡേയിലേക്ക് വരുമ്പോഴോന്നാ തിരിച്ചു വരുമ്പോൾ ന്യൂ മൂൺ ഡേയിലേക്ക് വരുമ്പോഴോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിപ്പീറ്റ് ദ above experiment by bringing slight changes. Change the semicircle drawn on the ground into a full circle. Place the balls in positions 2, 3 and 4 in their corresponding position on the other semicircle. The smiling face should be center of the circle. Switch on the emergency lamp. Standing at the center of the circle, observe the balls in the order from 5 to 1. Write down your findings in the science diary. എന്താണ് നേരത്തെ ചെയ്ത പരീക്ഷണത്തിൽ ചെറിയൊരു മാറ്റം വരുത്തി വീണ്ടും ചെയ്തു നോക്കുക. തറയിൽ വരച്ച സെമി സർക്കിൾ പൂർണ്ണ വൃത്തത്തിലാക്കുക. കംപ്ലീറ്റ് ഫുൾ സർക്കിൾ ആക്കുക. 2, 3, 4 സ്ഥാനത്ത് വെച്ച പന്തുകൾ മറ്റേ സെമി സർക്കിളിന്റെ സമാന സ്ഥാനങ്ങളിൽ വെക്കുക. അതാ ചിത്രത്തിലുള്ളത് പോലെ ഇതാ കണ്ടോ. ഇതേപോലെ വെക്കുക. ഇനിയോ പന്തിന്റെ ചിരിക്കുന്ന മുഖഭാഗം എന്താക്കുക? ഈ സെന്ററിലേക്ക് തന്നെ തിരിച്ചു. ഈ എന്താണ് സെന്റർ എന്ന് പറയുമ്പോൾ അത് അല്ലേ സർക്കിളിന്റെ സെന്ററിലേക്ക് തിരിച്ചു വെക്കണം. ഈ എമർജൻസി ലാബ് പ്രകാശിപ്പിക്കൂ. 5 മുതൽ 1 വരെ എന്ന ക്രമത്തിൽ പന്തുകളെ എന്താണ് സെന്ററിൽ നിന്ന് നിരീക്ഷിക്കുക. കണ്ടെത്തലുകൾ നിങ്ങൾ എന്താക്കുക? നിങ്ങളെ സയൻസ് ബുക്കിൽ എഴുതുക. ഓക്കെ, മനസ്സിലായോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്? അപ്പൊ ഇവിടെ നിങ്ങൾ എന്താക്കും? പിന്നെ ഫുൾ മൂൺ ഡേ പിന്നെ എന്താക്കും? പിന്നെയും ഇതിങ്ങനെ പോലെ അപ്പൊ നമുക്ക് ഇതേപോലെ തന്നെ കാണാൻ കഴിയുള്ളൂ അല്ലെ. അപ്പൊ ഇതേപോലെ തന്നെ നമ്മൾ ഫുൾ ഇതാക്കി ചെയ്താലും ഇങ്ങനെ ഇതേപോലെ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, മനസ്സിലായല്ലോ? Then the difference in the visibility of the lighted and dark areas of the moon when observed from earth is the reason for waxing and waning of the moon. From the new moon day to the full moon day, the lighted portion of the moon becomes more visible. This is called waxing. From the full moon day to the new moon day, there is decrease in the visibility of the lighted area of the moon from the earth. This is called waning. എന്താണ് ഈ observed in the reason
എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ പരിക്രമണ പാതയിൽ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം, പ്രകാശം എന്താണ് പതിക്കുന്ന ഭാഗം എന്താണ് നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിന്റെ വ്യത്യാസങ്ങൾ മൂലമാണെന്ത് ഈ വാക്സിങ്ങും വാനിങ്ങും ഒക്കെ ഉണ്ടാവുന്നത് അല്ലേ? എന്താണ് ദ ഡിഫറൻസ് ഇൻ ദ വിസിബിലിറ്റി ഓഫ് ദ ലൈറ്റഡ് ആൻഡ് ഡാർക്കർ ഏരിയാസ് ഓഫ് ദ മൂൺ വെൻ ഒബ്സർവ്ഡ് ഫ്രം ദ എർത്ത് ഈസ് റീസൺ ഫോർ വാക്സിങ് ആൻഡ് വാനിങ് ഓഫ് ദ മൂൺ. മൂണിന്റെ വാക്സിങ്ങും വാനിങ്ങും ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? ഈ എന്താണ് ചന്ദ്രന്റെ പ്രകാശിത ഭാഗം നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിന്റെ വ്യത്യാസങ്ങൾ മൂലമാണ് ഇത് ഉണ്ടാവുന്നത്. ഫ്രം ദ ന്യൂ മൂൺ ഡേ ദ ഫുൾ മൂൺ ഡേ ദ ലൈറ്റഡ് പോർഷൻ ഓഫ് ദ മൂൺ ബിക്കംസ് മോർ വിസിബിൾ. എന്താണ് ഈ ന്യൂ മൂൺ ഡേയിൽ നിന്ന് ഫുൾ മൂൺ ഡേയിലേക്ക് വരുമ്പോൾ എന്താണ് ഈ ചന്ദ്രന്റെ മൂണിന്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണുന്നതാണ് എന്താണ് വാക്സിംഗ് എന്ന് പറയുന്നത്. ഫ്രം ദ ഫുൾ മൂൺ ഡേ ടു ദ ന്യൂ മൂൺ ഡേ ദർ ഇസ് എ ഡിക്രീസ് ഇൻ ദ വിസിബിലിറ്റി ഓഫ് ദ ലൈറ്റഡ് ഏരിയ ഓഫ് ദ മൂൺ ഫ്രം ദ എർത്ത്. ദിസ് ഈസ് കോൾഡ് വാനിങ്. എന്താണ് ഈ ഫുൾ മൂൺ ഡേയിൽ നിന്ന് ന്യൂ മൂൺ ഡേയിലേക്ക് വരുമ്പോൾ എന്താ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കുറഞ്ഞു വരുന്നതാണ് വാനിങ് എന്ന് പറയുന്നത്. മനസ്സിലായില്ല? വാക്സിങ്ങും വാനിങ് എന്താണ്? ദെൻ ദ പെക്യുലാരിറ്റി ഓഫ് എ ലൂണർ റൊട്ടേഷൻ. അടുത്ത എന്താണ്? ലൂണർ റൊട്ടേഷന്റെ ഈ പെക്യുലാരിറ്റീസ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. വി ഹാവ് ലേൺ അബൌട്ട് എർത്ത്സ് റൊട്ടേഷൻ. എന്താണ് ഭൂമി റൊട്ടേഷൻ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി അല്ലെ? ഡസ് ദ മൂൺ ഓൾസോ റൊട്ടേറ്റ് ലൈക്ക് ദിസ്? അതുപോലെ ചന്ദ്രനും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടോ? ട്രൈ ദിസ് ആക്ടിവിറ്റി. ഇത് നമുക്ക് ചെയ്യാം. മെറ്റീരിയൽസ് റിക്വയർഡ്. എന്താണ് ആവശ്യമായ സാധനങ്ങൾ? റീപ്പർ പീസസ് ഓഫ് 30 cm and 10 cm length, 2 yellow smiley balls and a small globe without its stand, an umbrella rip and a double-sided tape. എന്തൊക്കെയാ വേണ്ടത്? 30 cm 10 cm വീതം നീളമുള്ള റീപ്പർ കഷ്ണങ്ങൾ, പിന്നെ ചിരിക്കുന്ന മുഖമുള്ള മഞ്ഞ പന്ത് 2 എണ്ണം, ചെറിയ ഗ്ലോബ് സ്റ്റാൻഡ് നീക്കം ചെയ്തത്, പിന്നെ ഒരു കൊടക്കമ്പി ഒന്ന് അല്ലെ, പിന്നെ ഗം ടേപ്പ് ഇരുവശവും പശയുള്ള അല്ലെ, ഡബിൾ സ്റ്റിക്കർ എന്ന് പറയും, അതെടുക്കുക അല്ലെ, ഡബിൾ സൈഡഡ് ടേപ്പ്. എന്താ ചെയ്യേണ്ടത് നോക്കൂ. മേക്ക് എ സ്മോൾ ഹോൾ അറ്റ് വൺ എൻഡ് ഓഫ് ദ റീപ്പർ, ഫിക്സ് ദ സ്മോൾ റീപ്പർ അറ്റ് ദ അതർ എൻഡ് പെർപെൻഡിക്കുലർ ടു ദ സർഫേസ്. എന്താ ആദ്യം ചെയ്യേണ്ടത്? ഈ റീപ്പറിന്റെ അറ്റഭാഗത്ത് ഒരു ദ്വാരം ഇടുക. റീപ്പറിന്റെ അറ്റഭാഗത്ത് ഒരു ദ്വാരം ഇടുക. ചെറിയ റീപ്പർ മറുഭാഗത്ത് ലംബമായി ഉറപ്പിക്കുക. ചെറിയ റീപ്പർ എന്താക്കുക? മറ്റേത് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് ഉറപ്പിക്കുക. കണ്ടോ? ഇതാണ് റീപ്പർ. അവിടെ എന്താണ് ഒരു ദ്വാരം ഇടുക. ചെറിയ റീപ്പർ മറ്റേത് എന്താണ് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ ഉറപ്പിക്കുക, ചിത്രത്തിൽ കാണുന്ന പോലെ. ഓക്കെ. ദെൻ ഇൻസൈഡ് ദ റിബ് ഓഫ് ദ അംബ്രല ത്രൂ ദ പോൾസ് ഓഫ് ദ ഗ്ലോബ് ആൻഡ് ഫിക്സ് ഇറ്റ് ഓൺ ദ ടേബിൾ ത്രൂ ദ ഹോൾ ഇൻ ദ റീപ്പർ. എന്താ ഗ്ലോബിന്റെ ധ്രുവങ്ങളിലൂടെ പോൾസിലൂടെ കുടക്കമ്പി കടത്തി റീപ്പറിലെ ദ്വാരത്തിലൂടെ മേശപ്പുറത്ത് ഉറപ്പിക്കുക. കണ്ടോ? അങ്ങനെ ഉറപ്പിച്ചത്. ഇവിടെ ഹോൾസ് ഇടാൻ പറഞ്ഞിരുന്നു അല്ലെ? അപ്പൊ നിങ്ങൾ എന്താ കുടക്കമ്പിയിലൂടെ ഈ എർത്തിന്റെ ഗ്ലോബിനെ അതിൻ്റെ ഉള്ളിൽ കൂടെ താത്തിയിട്ട് അവിടെ ഉറപ്പിക്കുക. ഓക്കെ. ദെൻ അടുത്ത യൂസിങ് ദ ഡബിൾ സൈഡഡ് ടാപ്പ് ഫിക്സ് ദ സ്മൈലി ബോൾ ഓൺ ദ റീപ്പർ in such a way that it faces the equatorial part of the globe. എന്താ പന്തിന്റെ ചിരിക്കുന്ന ഭാഗം ഗ്ലോബിന്റെ മധ്യരേഖ ഭാഗത്തിൽ അഭിമുഖമായി ഉയരത്തക്ക വിധം റീപ്പറിൽ ഗം ടേപ്പ് ഉപയോഗിച്ച് ഉറപ്പിക്കുക. എന്താ പന്തിന്റെ ചിരിക്കുന്ന ഭാഗം ഗ്ലോബിന്റെ എന്താണ് മധ്യരേഖ ഭാഗത്തിന് അഭിമുഖമായി ഇവിടെ ആയിട്ട് പകുതിയായിട്ട് അല്ലെ, ഇവിടെ നന്നായിട്ട് എന്താക്കുക ഇങ്ങനെ ഉറപ്പിക്കുക, ഇങ്ങോട്ടേക്ക് തിരിഞ്ഞിട്ട് അല്ലെ. ഇനിയോ holding the umbrella rib firmly pressed, complete a revolution by turning. Observe the direction of the smiling face. Doesn't the ball revolve showing the same face? കുടക്കമ്പിയിൽ അമർത്തി പിടിച്ചുകൊണ്ട് റീപ്പർ ഒരു വട്ടം തിരിക്കുക. കുടക്കമ്പിയിൽ അമർത്തി പിടിക്കുക, എന്നിട്ട് റീപ്പർ മെല്ലെ തിരിക്കുക. പന്തിന്റെ ചിരിക്കുന്ന മുഖം എങ്ങോട്ടാണെന്ന് ശ്രദ്ധിക്കൂ. ഗ്ലോബിന് നേരെ ഒരു മുഖം മാത്രം കാണിച്ചുകൊണ്ടല്ലേ പന്ത് കറങ്ങിയത് അല്ലെ? ഗ്ലോബിന് നേരെ ഒരു മുഖം മാത്രം കാണിച്ചുകൊണ്ടല്ലേ പന്ത് കറങ്ങിയത് ആണ് അല്ലെ? This is how the moon revolves around the earth. ഇങ്ങനെയാണ് ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് റിവോൾവ് ചെയ്യുന്നത്. But has rotation take place here? Do the above activity once again to find this out. Place another ball on a glass tumbler on the table. The smiling face on the ball on the glass and the ball on the reaper must face the same direction. എന്താണ്? എന്നാൽ ഇവിടെ ഭ്രമണം നടന്നിട്ടുണ്ടോ? ഇത് കണ്ടെത്താനായി നേരത്തെ ചെയ്ത പ്രവർത്തനം ഒരിക്കൽ കൂടി നടത്തണം. റീപ്പറിൽ വെച്ച പന്തിന് സമാനമായി മറ്റൊരു പന്ത് എന്താക്കാം? മേശപ്പുറത്ത് ഗ്ലാസിന് മുകളിൽ വെക്കുക. റീപ്പറിലെ പന്തിന്റെയും ഗ്ലാസിനും ഇടയിൽ വെച്ച പന്തിന്റെയും ചിരിക്കുന്ന മുഖങ്ങൾ ഒരേ ദിക്കിലായിരിക്കണം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ കണ്ടെത്താൻ എന്താ ചെയ്യേണ്ടത്? റീപ്പറിൽ വെച്ച പന്തിന്
സമാനമായി മറ്റൊരു പന്ത് മേശപ്പുറത്ത് ഗ്ലാസിന് മുകളിൽ വെക്കുക. റീപ്പറിലെ പന്തിന്റെയും ഗ്ലാസിന് മുകളിൽ വെച്ച പന്തിന്റെയും ചിരിക്കുന്ന മുഖങ്ങൾ ഒരേ ദിക്കിലേക്കായിരിക്കണം, സെയിം ഡയറക്ഷനിലേക്കായിരിക്കണം രണ്ടിന്റെയും. ഓക്കെ, നൗ മേക്ക് ദ മൂൺ റിവോൾവ് 1/4 of the path. In which direction is the face of the moon now? Next, rotate the ball on the glass without changing its position. Make the moon revolve 1/4 of the circle each. Turn the ball on the glass cup accordingly. Doesn't the ball complete one rotation by the time the moon completes one revolution? ഇനി ചന്ദ്രനെ ഈ പരിക്രമണ പാതയിൽ കാൽ ഭാഗം 1/4 അല്ലെ 1/4 ഭാഗം ഒന്ന് കറക്കുക. ഇപ്പോൾ ചന്ദ്രന്റെ മുഖം ഏത് ദിക്കിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്? അതേ ദിക്കിലേക്ക് ഗ്ലാസിന് മുകളിൽ വെച്ച പന്ത് സ്ഥാനം മാറാതെ തിരിക്കുക. ചന്ദ്രനെ വീണ്ടും കാൽഭാഗം വീതം കറക്കുക. ഗ്ലാസിന് മുകളിലെ പന്തും ചന്ദ്രന്റെ പരിക്രമണത്തിൽ ദിശ മാറുന്നതിനനുസരിച്ച് തിരിക്കുക. ചന്ദ്രന്റെ ഒരു പരിക്രമണം പൂർത്തിയാവുമ്പോൾ ഗ്ലാസിന് മുകളിലെ പന്ത് ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നില്ലേ? പൂർത്തിയാക്കുന്നുണ്ടോ? The ball complete one rotation by the time the moon completes one revolution. അല്ലേ? ഇനി നോക്കൂ, let's do the activity once again. Write down your findings in the science diary. അപ്പോൾ പ്രവർത്തനങ്ങൾ ഒരിക്കൽ കൂടി നടത്തുക. എന്നിട്ട് കണ്ടെത്തലുകൾ നിങ്ങൾ എന്താക്കുക? നിങ്ങളെ ബുക്കിൽ എഴുതുക, സയൻസ് ബുക്കിൽ എഴുതുക കേട്ടോ. എന്താണ്? The moon completes a revolution around the earth in 27 1/3 days. എന്താണ്? ചന്ദ്രൻ 27 ദിവസം എടുത്താണല്ലോ ഭൂമിയെ ഒരു തവണ എന്താക്കുന്നത്? റെവല്യൂഷൻ ചെയ്യുന്നത്. It takes the same time to complete one rotation as well. എന്താണ്? അതേ സമയം എടുത്താണ് ഒരു തവണ ഭ്രമണവും പൂർത്തിയാക്കുന്നത്. That is why only one face of the moon appears in the direction of the earth always. അതുകൊണ്ടാണ് ചന്ദ്രന്റെ ഒരു മുഖം മാത്രം എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായി വരുന്നത്. മനസ്സിലായോ? ഒന്നുകൂടി ടീച്ചർ പറഞ്ഞുതരാം. ഈ മൂണ് 27 ദിവസം എടുത്താണ് ഭൂമിയെ ഒരു തവണ എന്താക്കുന്നത്? റെവല്യൂഷൻ ചെയ്യുന്നത്. അതേ സമയം എടുത്താണ് ഒരു തവണ എന്താണ്? റൊട്ടേഷനും പൂർത്തിയാക്കുന്നത്. അതുകൊണ്ടാണ് എന്താണ്? ചന്ദ്രന്റെ ഒരു മുഖം മാത്രം എപ്പോഴും ഭൂമിക്ക് എന്താണ്? അഭിമുഖമായി വരുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഈ ചാപ്റ്റർ നിങ്ങൾ നന്നായി മനസ്സിലാക്കുക കേട്ടോ. ടീച്ചർ പറഞ്ഞത് ഒന്നും കൂടി നിങ്ങൾ ഈ ചാപ്റ്റർ ഒന്നും കൂടി കേൾക്കുക, എന്നിട്ട് ഒന്നും നന്നായി മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ പോയിന്റ് ഒക്കെ നിങ്ങളെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ടീച്ചർ അടുത്ത ഭാഗം അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.